സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് മരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ രേണുവിന് ഏറെ പിന്തുണ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വൻ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നിരുന്നത്. രേണു അഭിനയത്തിലേക്ക് എത്തിയതും ഫോട്ടോഷൂട്ടുമൊക്കെയായിരുന്നു ചിലരെ ചൊടിപ്പിച്ചത്. ആദ്യമെല്ലാം നെഗറ്റീവ് കമൻറ്റുകൾ കണ്ട് വിഷമിച്ചിരുന്ന രേണു ഇപ്പോൾ അതൊന്നും കണ്ട ഭാവം കാണിക്കാറില്ല. അടുത്തിടെ വളരെ മോശം കമൻറ്റുകൾ രേണുവിന് നേരെ വരാറുണ്ട്. രേണു ഇതിനൊക്കെ മറുപടിയും നൽകാറുണ്ട്. വിമർശനങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നതിനിടെ ആദ്യമായൊരു അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് രേണു സുധി. ഗുരുപ്രിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 2025 രേണു അവാർഡിന് അർഹയായത്. പ്രതീഷ്, രേണു എന്നിവർ ഒന്നിച്ചഭിനയിച്ച കരിമിഴിക്കണ്ണാൽ എന്ന ആൽബത്തിനാണ് പുരസ്കാരം. മികച്ച താരജോഡികൾക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. ഈ സന്തോഷം രേണു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. നന്ദി എന്നാണ് രേണു പോസ്റ്റിനൊപ്പം കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് പ്രതീഷിനും രേണുവിനും ആശംസകൾ അറിയിച്ചെത്തിയത്. ഇതിനിടെ അഭിനയം നിർത്തില്ലെന്ന് രേണു പങ്കുവച്ച പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു അഭിമുഖത്തിൻ്റെ വീഡിയോയും ഒപ്പമുണ്ടായിരുന്നു. അഭിനയം നിർത്താൻ മകൻ പറഞ്ഞാൽ കേൾക്കുമോ എന്ന ചോദ്യത്തിന്, അഭിനയം നിർത്തണമെന്ന് മകൻ എന്നോട് പറയില്ല. കാരണം എനിക്ക് ആകെയുള്ള വരുമാന മാർഗമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ആ പണം ചിലവാക്കുന്നതും. പിന്നെ എന്തിനഭിനയം നിർത്താൻ അവൻ പറയണമെന്നായിരുന്നു രേണു പറഞ്ഞത്. എന്നെ വിമർശിച്ചാൽ നിങ്ങൾക്കെന്ത് നേട്ടം? ആരെന്ത് പറഞ്ഞാലും അഭിനയം തുടരും എന്നും രേണു പറയുന്നു.